ഹലോ എവ്രിവൺ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. റമദാൻ ഏകദേശം അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടൊക്കെ മൊത്തം ക്ലീൻ ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇതിനോടനുബന്ധിച്ചുള്ള ക്ലീനിങ്ങും പ്രിപ്പറേഷനും ഒക്കെയാണ്. അതിനോടൊപ്പം ഇഫ്താർ വിശേഷങ്ങളും ഉണ്ട്. ഇന്നത്തെ നോമ്പ് തുറക്ക് ഞങ്ങൾ ഇച്ചിരി വെറൈറ്റി റെസിപ്പിയാണ് പരീക്ഷിച്ചത്. ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കനും കുബൂസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് റെസിപ്പി വീഡിയോ കാണാം. ഇതിനായി ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1.25 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി കിട്ടും. അങ്ങനെ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മാത്രമാണിത്, ഇഞ്ചി ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ടൊന്ന് അമർത്തി വെച്ചതിന് ശേഷം 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പാടുള്ളൂ. നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വല്ലാതെ എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും 1 മുട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കൂലേ, അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊരു വിസ്കോ സ്പൂണോ യൂസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് ചിക്കൻ എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൈദയുടെ മിക്സിലൊന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇതെല്ലാം ഒരുമിച്ച് റെഡിയാക്കി വെക്കരുത്. എല്ലാം ഒരുമിച്ച് ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് നന്നായി കിട്ടില്ല, ഒരു നനഞ്ഞത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഫ്രൈ ചേർക്കുന്ന സമയത്ത് മാത്രം ഇതുപോലെ ബാറ്ററിലും പൊടിയിലും മുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറഭാഗമൊക്കെ കരിഞ്ഞ് ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും നന്നായി വെന്ത് കിട്ടില്ല. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ചേർന്ന വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാം.
ഇനി ഇവിടേക്ക് ഒന്ന് തൂത്ത് തുടച്ചിടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.